ഭൂമിയുടെ ഭൂതകാലത്തെക്കുറിച്ച് നമുക്ക് ഇന്നോളം അറിവുള്ളതെല്ലാം തെറ്റാണെന്ന് വന്നാലോ? നൂറ്റാണ്ടുകളായി നാം നമ്മുടെ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ ചരിത്രം പഠിക്കുകയും ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാശിയുടെ കഥ ആരംഭിച്ചതായിട്ട് അനുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതല്ല യഥാർത്ഥ കഥയെങ്കിൽ എന്തു ചെയ്യും? ഭൂമിയുടെ പുരാതന കാലത്തിന്റെ ആഴങ്ങളിൽ നമ്മുടേതിനേക്കാൾ, അതായത് ആധുനിക മനുഷ്യൻ്റെതിനേക്കാൾ വളരെ മുമ്പ് തന്നെ ഉയർന്നു വരികയും തകർന്നു പോവുകയും ചെയ്ത ഒരു അതിപുരാതന പുരോഗമന നാഗരികതയുടെ സാങ്കേതികമായി വളരെയധികം ഉന്നതിയിൽ നിന്നിരുന്ന ഒരു നാഗരികത ഉണ്ടായിരുന്നുവെങ്കിൽ. ഇതാണ് സില്യൂറിയൻ സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ സില്യൂറിയൻ ഹൈപ്പോത്തസിസിന്റെ മർമ്മം. കാലക്രമേണ മായ്ക്കപ്പെട്ടു പോയ സാങ്കേതിക തികവുണ്ടായിരുന്ന അല്ലെങ്കിൽ സാങ്കേതികമായി വളരെയധികം മുമ്പിൽ നിന്നിരുന്ന ഒരു പുരാതന നാഗരികത ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിലനിന്നിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാൽ മുന്നോട്ട് വയ്ക്കപ്പെട്ട ചിന്തോദ്ദീപകമായ ഒരു ആശയം, ഒരു സിദ്ധാന്തം. അതാണ് സില്യൂറിയൻ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ സില്യൂറിയൻ സിദ്ധാന്തം. യഥാർത്ഥത്തിൽ നമുക്ക് മുന്നേ, അതായത് ആധുനിക മനുഷ്യന് മുമ്പേ നമ്മൾ ഉപയോഗിച്ചിരുന്നത് പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളോ മികവുറ്റ രീതിയിൽ സാങ്കേതികത ഉപയോഗിച്ചിരുന്ന, ഊർജം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നാഗരികത ഉണ്ടായിരുന്നു ഭൂമിയിൽ. കാലത്തിന്റെ ഒപ്പം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഭൗമപാളിക്കിടയിൽ അവരുടെ അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള അടയാളങ്ങൾ നഷ്ടപ്പെട്ടു പോയതായിരിക്കുമോ? അവരുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള തെളിവുകൾ നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണിനടിയിൽ ഇപ്പോഴും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകുമോ? മനുഷ്യരാശിയുടെ ചരിത്രം നാം ഉദ്ദേശിച്ചതിനേക്കാൾ, നമ്മൾ അറിഞ്ഞതിനേക്കാൾ, നമ്മൾ പഠിച്ചതിനേക്കാൾ സങ്കീർണവും പഴക്കമുള്ളതുമായിരിക്കും. ഇന്ന് നമ്മൾ സില്യൂറിയൻ സിദ്ധാന്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ യുക്തിയെ, ചിന്തയെ വലയ്ക്കുന്ന ഈ സിദ്ധാന്തത്തിന് പിന്നിലെ തെളിവുകൾ, ശാസ്ത്രം, നിഗൂഢത എന്നിവയെല്ലാമാണ് നമ്മൾ സംസാരിക്കുന്നത്. നമസ്കാരം. ചെറുതല്ലാകാരത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് എന്താണ് ഈ പറഞ്ഞ സില്യൂറിയൻ ഹൈപ്പോത്തസിസ് എന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കാം. ആസ്ട്രോഫിസിസിസ്റ്റായ ആദം ഫ്രാങ്കും കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ഗാവിൻ ഷ്മിറ്റും ചേർന്നാണ് 2018 ആദ്യമായി ഈ പ്രബന്ധം അല്ലെങ്കിൽ ഈ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് ഔദ്യോഗികമായി. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പാലിയോസോയിക് കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനും വളരെ മുമ്പോ വ്യാവസായികമായി ഉന്നമനം പ്രാപിച്ച ഒരു നാഗരികതയോ അല്ലെങ്കിൽ വളരെയധികം പുരോഗമിച്ച ഒരു ജീവിത മാർഗമോ ഭൂമിയിൽ നിലനിന്നിരുന്നോ എന്നും, അങ്ങനെയാണെങ്കിൽ ആ നിലനിൽപ്പിന്റെ തിരിച്ചറിയാൻ സാധിക്കുന്ന അവശേഷിപ്പുകൾ ഇന്നും ഉണ്ടോ, അവശേഷിക്കുന്നുണ്ടോ എന്നുമാണ് ഈ സിദ്ധാന്തത്തിലൂടെ മുന്നോട്ട് വെച്ച ആശയം. ഭൂമിയുടെ ചരിത്രാതീത ഭൂതകാലത്തിൽ ബുദ്ധിയുള്ള ഉരകജീവികൾ വളരെ പുരോഗമിച്ച ഒരു നാഗരികതയായി ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഡോക്ടർ ഹൂ എന്ന TV പരമ്പരയിൽ നിന്നാണ് സില്യൂറിയൻ എന്ന പേര് വന്നത്. എന്നാൽ ഈ പേരിന്, സില്യൂറിയൻ എന്ന പേരിന് മനുഷ്യന്റെയോ ഉരകങ്ങളുടെയോ ആവിർഭാവ കാലവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് സത്യം. ദിനോസറുകൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിനും വളരെ വളരെ മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ് സില്യൂറിയൻ കാലഘട്ടം. ജിയോളജിക്കൽ ടൈം സ്കെയിലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാവും. ഇനി എന്താണ് സില്യൂറിയൻ ഹൈപ്പോത്തസിസ് മുന്നോട്ട് വയ്ക്കുന്ന ചില പ്രധാന ചോദ്യങ്ങൾ? ഒന്നാമതായി, നമ്മുടെ നാഗരികത ഇന്ന് അപ്രത്യക്ഷമായാൽ മനുഷ്യരാശി ഭാവിയിലേക്ക് എന്തടയാളങ്ങൾ ബാക്കി വയ്ക്കും? രണ്ടാമതായി, ഭൗമ പ്രതിഭാസങ്ങളിലൂടെ തെളിവുകൾ കാലക്രമേണ മായ്ച്ചു കളയുകയോ മറയ്ക്കുകയോ ചെയ്യുന്ന പ്രകൃതി പ്രക്രിയകൾ കണക്കിലെടുക്കുമ്പോൾ ഭൂവൽക്കത്തിൽ വളരെ ആഴത്തിലുള്ള ഭൂമിശാസ്ത്രപരമായ രേഖകളിൽ അത്തരം തെളിവുകൾ കണ്ടെത്താൻ ജിയോളജിസ്റ്റുകൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഇന്ന് എങ്ങനെ സാധിക്കും? ഇതാണ് സില്യൂറിയൻ ഹൈപ്പോത്തസിസ് നമുക്ക് മുന്നിൽ വെക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇനി ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകളും വാദങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഫ്രാങ്കും ഷ്മിറ്റും മനുഷ്യർക്ക് മുമ്പുണ്ടായിരുന്ന ഒരു നാഗരികതയുടെ യഥാർത്ഥമായ തെളിവുകളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല. മറിച്ച് അങ്ങനെ ഒരു നാഗരികത ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഏതെല്ലാം തരത്തിലുള്ള തെളിവുകളായിരിക്കും അവശേഷിപ്പിക്കുക എന്ന ആശയവും ഊഹവുമാണ് പങ്കുവച്ചത്. അവയിൽ ചിലത് ഇങ്ങനെയാണ്. ജിയോ കെമിക്കൽ സിഗ്നേച്ചറുകൾ. സാങ്കേതികമായി ഉയർച്ച പ്രാപിച്ച അല്ലെങ്കിൽ വികസിച്ച ഒരു നാഗരികത ഉറപ്പായിട്ടും ഊർജ ഉൽപാദനവും അതിന്റെ ഉപയോഗവും നടത്തിയിരിക്കണമല്ലോ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ പട്ടണങ്ങളോ പോലെയുള്ള ഭൗതിക ഘടനകൾ ഇല്ലെങ്കിലും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ നിലനിൽക്കുന്ന രാസ അടയാളങ്ങൾ ഒരു വികസിത നാഗരികത അവശേഷിപ്പിക്കാം. ഉദാഹരണത്തിന് ഫോസിൽ ഇന്ധനങ്ങളും കാർബൺ ഐസോട്ടോപ്പും. ഊർജത്തിനായി ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്ന ഒരു വികസിത സാമൂഹിക നാഗരികത ഉണ്ടായിരുന്നുവെങ്കിൽ കാർബൺ ഐസോട്ടോപ്പ് അനുപാതത്തിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് കാരണമാകും. ഇത്തരം ഒരു കാർബൺ ഐസോട്ടോപ്പിക് അനുപാതത്തിലുള്ള മാറ്റം ചരിത്രാതീത കാലത്ത് തെളിവുകളായിട്ടുണ്ട്. PETM, പാലിയോസിൻ ഇയോസിൻ തെർമൽ മാക്സിമം എന്നാണ് ശാസ്ത്രചരിത്രത്തിൽ ഇതറിയപ്പെടുന്നത്. പാലിയോസിൻ കാലഘട്ടത്തിന്റെ അവസാനത്തിലും ഇയോസിൻ കാലഘട്ടത്തിലുമായി ഏകദേശം 1,00,000 വർഷം നീണ്ടുനിന്ന പരമാവധി ഉയർന്ന താപനിലയുടെ ഒരു ഇടവേളയാണ് PETM. സിനോസോയിക് കാലഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന ആഗോള താപന നിലയാണ്
ഈ ഇടവേളയുടെ സവിശേഷത. ഉയർന്ന അളവിൽ കാർബൺ അന്തരീക്ഷത്തിലെത്തിയതാണ് PETM ഉണ്ടാവാൻ കാരണം. രണ്ടാമത്തെ ഒരു വാദം ഇങ്ങനെയാണ്: പുരാതന കാലത്ത് ഒരു വികസിത നാഗരികത ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഒരുപക്ഷെ നമ്മളെപ്പോലെ ന്യൂക്ലിയർ ഇന്ധനവും ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ചില പാറകളിൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പിന്റെ അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അളവിൽ മാറ്റമോ ഉണ്ടാവാം. അതേപോലെ തന്നെ പ്ലൂട്ടോണിയം 244 പോലെയുള്ള സ്വാഭാവികമായി കാണപ്പെടാത്ത കൃത്രിമ ഐസോട്ടോപ്പുകളും ഉണ്ടായേക്കാം. മൂന്നാമത്തെ വാദം കോൺക്രീറ്റ്, പ്ലാസ്റ്റിക്, സിന്തറ്റിക് ഉൽപ്പന്നങ്ങൾ പോലെയുള്ളവയുടെ സാധ്യതയാണ്. ഇവയൊന്നും ഭൂമിയിൽ സ്വാഭാവികമായി ഉണ്ടാവാത്തതും എന്നാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ദീർഘകാലം ഭൂമിയിൽ അവശേഷിക്കുന്നതുമായിരിക്കും. വികസിതമായ ഒരു നാഗരികത പുരാതന കാലത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം സംഗതികൾ ഉപയോഗിക്കാനും അവയുടെ അവശേഷിപ്പുകൾ ഉണ്ടാവാനും സാധ്യത ഏറെയാണ്. പ്ലാസ്റ്റിക് അത്ര എളുപ്പത്തിൽ വിഘടിക്കപ്പെട്ടു പോകുന്ന ഒരു വസ്തുവല്ല. ഇത് ഫോസിൽ രൂപത്തിൽ ഭൂമിയിൽ അവശേഷിച്ചേക്കാമെന്ന് ജിയോളജിസ്റ്റുകൾ കരുതുന്നു. ഭൂമിയുടെ ആഴത്തിൽ ഇത്തരം പ്ലാസ്റ്റിക് അവശേഷങ്ങൾ കണ്ടെത്താനായാൽ വ്യാവസായിക ഉന്നമനം നേടിയ ഒരു സമൂഹം ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കാം. വളരെ പെട്ടെന്നുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് മൂന്നാമത്തെ വാദം. കാലാവസ്ഥയിൽ ഒരു നാഗരികതയുടെ ഇടപെടൽ അല്ലെങ്കിൽ സ്വാധീനം, ആഗോളതാപനം, വനനശീകരണം പോലെയുള്ളവ, ഐസ് കോറുകൾ, സെഡിമെന്റ് കോറുകൾ അല്ലെങ്കിൽ മണ്ണിന്റെ രസതന്ത്രം എന്നിവയിൽ അടയാളപ്പെടുത്തപ്പെട്ടേക്കാം. ഉദാഹരണത്തിന് PETM, പാലിയോസിൻ ഇയോസിൻ തെർമൽ മാക്സിമം, പലപ്പോഴും മനുഷ്യനിർമ്മിത കാലാവസ്ഥ വ്യത്യാസത്തിന് സമാനമായി പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാമാണ് സില്യൂറിൻ ഹൈപ്പോത്തസിനെ കുറിച്ചുള്ള വാദങ്ങളും ആശയങ്ങളും. ഇനി ഇത്തരമൊരു സമൂഹം ജീവിച്ചിരുന്നുവെങ്കിൽ അത് ജീവിച്ചിരുന്നത് തെളിയിക്കാൻ എന്താണ് വെല്ലുവിളികൾ എന്ന് നോക്കാം. ഒന്നാമത്തെ വെല്ലുവിളി മണ്ണൊലിപ്പും ഭൗമപാളികളിൽ അടിക്കടി ഉണ്ടാകുന്ന മാറ്റവുമാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയുടെ ഉപരിതലം പ്ലേറ്റ് ടെക്ടോണിക്സ്, മണ്ണൊലിപ്പ്, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നിവയുൾപ്പെടെ തീവ്രമായ ഭൗമശാസ്ത്ര പ്രക്രിയകൾക്ക് വിധേയമാവുന്നുണ്ട്. ഇത് ഭൂമിയുടെ ഉപരിതല ഘടനയ്ക്ക് മാറ്റമുണ്ടാക്കുകയും തെളിവുകൾ ഉണ്ടെങ്കിൽ നശിപ്പിക്കപ്പെടാൻ ഇടയാവുകയും ചെയ്യും. ഭൂമിയുടെ ഘടനയിൽ പുനർനിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ തെളിവുകൾ കണ്ടെത്താൻ സാധ്യമാവുകയുമില്ല. അതായത് ഏതൊരു നാഗരികതയുടെയും ഉപരിതല തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. രണ്ടാമത്തെ വെല്ലുവിളി ഫോസിലൈസേഷന്റെ അപൂർവതയാണ്. ഫോസിലുകൾ ഉണ്ടാകുന്നത് കോടിക്കണക്കിന് കൊല്ലത്തെ പ്രവർത്തനങ്ങളിലൂടെ അതിസങ്കീർണമായ പ്രക്രിയയിലൂടെ ആണ്. അത് വളരെ അപൂർവവുമാണ്. കൂടാതെ വലിയ സങ്കീർണമായ ഘടനകൾ, ഉദാഹരണത്തിന് പട്ടണങ്ങളോ നഗരങ്ങളോ പോലെയുള്ളവ, അസ്ഥികളെയും അല്ലെങ്കിൽ മറ്റ് ജൈവ വസ്തുക്കളെയും പോലെ അത്ര എളുപ്പത്തിൽ ഫോസിലാവാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്, ബുദ്ധിമുട്ടാണ്. മൂന്നാമത്തെ വെല്ലുവിളി ഡീപ് ടൈം ഒബ്സ്ക്യൂറേഷനാണ്. അതായത് കാലങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവ്യക്തത. ഭൂമിയുടെ ചരിത്രം അല്ലെങ്കിൽ ഫോസിൽ തെളിവുകൾ നമ്മൾ എത്രത്തോളം പിന്നിലേക്ക് അന്വേഷിക്കുന്നോ അത്രത്തോളം അത് കണ്ടുകിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഭൂമിയുടെ പ്രതലം അല്ലെങ്കിൽ ഉപരിതലം, ക്രസ്റ്റ്, നിരന്തരമായി മാറ്റത്തിന് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മണ്ണൊലിപ്പിലൂടെയും പ്ലേറ്റ് ടെക്ടോണിക്സിലൂടെയും നിരന്തരമായ റീസ്ട്രക്ചറിങ്ങിന് അല്ലെങ്കിൽ പുനഃക്രമീകരണത്തിന് ഭൂമിയുടെ ഉപരിതലം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് സമുദ്രത്തിന്റെ അടിത്തട്ട് ഓരോ 200 മില്യൺ വർഷത്തിലും മാൻഡിൽ ഭാഗത്തേക്ക് താഴ്ന്നു പോകുന്നതായും പുനർനിർമ്മിക്കപ്പെടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അതിപുരാതന കാലത്തുണ്ടായിരുന്ന ചില ശേഷിപ്പുകൾ കണ്ടെത്താനുള്ള വെല്ലുവിളികൾ എന്ന് പറയും. അഭ്യൂഹമാണെങ്കിലും സില്യൂറിൻ ഹൈപ്പോത്തസിന് സൂചനയായേക്കാവുന്ന ചരിത്രാതീത കാലത്തുണ്ടായ ചില സംഭവങ്ങളും അസ്വാഭാവികതകളും സാധ്യമായത്ര ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥിരീകരിക്കാൻ സാധ്യത കുറവാണെങ്കിലും അതിലൊന്നാണ് 56 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച PETM, പാലിയോസിൻ ഇയോസിൻ തെർമൽ മാക്സിമം. നമ്മൾ കുറച്ചു മുമ്പേ സംസാരിച്ചതാണ് ഇക്കാര്യം. അഗ്നിപർവ്വത പ്രവർത്തനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മീഥേൻ കാരണമോ അന്തരീക്ഷത്തിൽ അമിതമായ അളവിൽ കാർബൺ എത്തുകയും അതിന്റെ ഫലമായി തീവ്രമായ ആഗോളതാപനം ഉണ്ടായതുമാണ് ഈ പ്രതിഭാസം. പാലിയോസിൻ കാലഘട്ടത്തിന്റെ അവസാനത്തിലും ഇയോസിൻ കാലത്തിലുമായിട്ടാണ് ഇത് സംഭവിച്ചത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നിന്നും വികസിത നാഗരികതയുടെ തെളിവുകളൊന്നും നമുക്ക് നിലവിൽ ലഭിച്ചിട്ടില്ല. നിലവിലെ ശാസ്ത്രീയ സിദ്ധാന്തം അതിനെ പ്രകൃതി പ്രക്രിയകളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. പൗരാണികമായ ഒരു വികസിത നാഗരികത ഉണ്ടായിരുന്നുവെങ്കിൽ അത് അവശേഷിപ്പിക്കുന്ന ചില തെളിവുകൾ ഭൂമിയിലുണ്ടാവും. ഏകദേശം 2.4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സയനോ ബാക്ടീരിയകളുടെ അതിപ്രസരം ഉണ്ടായപ്പോൾ അവരുടെ ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് ഗണ്യമായി വർദ്ധിച്ചു. അതിന്റെ തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതിനെ ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ് എന്നാണ് പറയുക. ജീവന് അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കൾക്ക്, ജീവികൾക്ക് ശാശ്വതമായ രാസ അടയാളങ്ങൾ ഭൂമിയിൽ അവശേഷിപ്പിക്കാൻ കഴിയും എന്നതിന്റെ തെളിവാണ് ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവന്റ്. ഒരു വ്യാവസായിക വികസിത നാഗരികത ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന് സമാനമായ ജിയോകെമിക്കൽ ശേഷിപ്പുകൾ, ജിയോകെമിക്കൽ അടയാളങ്ങൾ അവശേഷിപ്പിച്ചേക്കാം. പക്ഷേ പ്രകൃതിദത്തമായ കാരണങ്ങൾക്കപ്പുറം ഇതുവരെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മനുഷ്യന് മുമ്പുള്ള നാഗരികത എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്നതിന് നേരിട്ടുള്ള തെളിവുകളൊന്നുമില്ലാതെ സില്യൂറിൻ സിദ്ധാന്തം ഇപ്പോഴും പൂർണ്ണമായും
സാങ്കല്പികമായ ഒന്നായി തുടരുന്നു. കോടിക്കണക്കിന് വർഷങ്ങളുടെ പുരോഗമിച്ച ഒരു നാഗരികതയെ, നമ്മളെപ്പോലെ സാങ്കേതിക തികവുള്ള ഒരു നാഗരികതയെ പോലും പ്രകൃതിശാസ്ത്രപരമായ ഭൗമപ്രക്രിയകളാൽ എങ്ങനെ മായ്ച്ചു കളയാമെന്നും ഇത് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടുള്ളതോ ഏതാണ്ട് അസാധ്യമായതോ ആകുന്നു എന്നും കാണിക്കാൻ ഈ സിദ്ധാന്തം പ്രാഥമികമായി ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സില്യൂറിയൻ സിദ്ധാന്തം മനുഷ്യന് മുമ്പുള്ള ഒരു നാഗരികത നിലനിന്നിരുന്നു എന്ന് സൂചിപ്പിക്കുന്നില്ല. പുരാതന നാഗരികതകൾ കണ്ടെത്താനുള്ള നമ്മുടെ കഴിവിന്റെ പരിമിതിയെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഭൂമിശാസ്ത്രപരമായ രേഖകൾ, തെളിവുകൾ എങ്ങനെ വ്യാഖ്യാനിക്കാമെന്നതിനെക്കുറിച്ച് ഒരു പുതിയ ചിന്തയെ, ആശയത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ മനുഷ്യകുലം നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി ഭാവിയിലെ ജീവികൾക്കായി എന്തടയാളങ്ങൾ അവശേഷിപ്പിക്കും, അതോ ഇനി അവശേഷിപ്പുകളൊന്നും ഉണ്ടാവുകയില്ലേ എന്ന ശാസ്ത്രീയ ചിന്തയിൽ സില്യൂറിയൻ ഹൈപ്പോത്തസിസ് ഇന്നും ഒരു തുറന്ന ചോദ്യമായി തുടരുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.